കാനഡയെ നടുക്കി വീണ്ടും കൂട്ടവെടിവെപ്പ്. ടബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിൽ പ്രാദേശിക സമയം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:20 സംഭവം. ആക്രമണത്തിൽ അക്രമി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. സ്കൂളിനുള്ളിൽ വെടിയേറ്റ നിലയിൽ 6 പേരുടെ മൃതദേഹങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിനു പുറമെ സ്കൂളിന് സമീപത്തുള്ള വീട്ടിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ആക്രമണത്തിന് ശേഷം സ്വയം വെടിയുതിർത്ത നിലയിലാണ് അക്രമിയുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് സ്ഥിരീകരിച്ചു. വെടിവെപ്പിൽ 25-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സംഭവസ്ഥലത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തിച്ചത്. അതേസമയം കാനഡയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ വെടിവെപ്പുകളിൽ ഒന്നാണിതെന്ന് ബ്രിട്ടീഷ് കൊളംബിയ പ്രീമിയർ ഡേവിഡ് എബി പറഞ്ഞു. വിശ്വസിക്കാനാവാത്ത ദുരന്തമെന്നാണ് അദ്ദേഹം ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഏകദേശം 2500 മാത്രം ജനസംഖ്യയുള്ള ടബ്ലർ റിഡ്ജ് എന്ന ഉൾനാടൻ ശാന്തമായ പ്രദേശം ആക്രമണത്തിന്റെ ആഘാതത്തിലാണ്. എന്താണ് അക്രമിയെ ഇത്തരമൊരു കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.